സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുകയാണ്. പെരിയ ഇരട്ടക്കൊലയിൽ CPM-ന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുൻ MLA KV കുഞ്ഞിരാമനെ CBI പ്രതി ചേർത്തു. കൊലയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം പ്രതിയെ ബലമായി മോചിപ്പിച്ചതിനാണ് കുഞ്ഞിരാമനെ പ്രതി ചേർത്തത്. ഇന്നലെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 5 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. CPM-ന് പെരിയ തിരിച്ചടിയോ എന്നാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ സത്യനാരായണൻ, അദ്ദേഹം ശരത് ലാലിന്റെ അച്ഛനാണ്. ശ്രീ K അനിൽകുമാർ, CPIM നേതാവ്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, കോൺഗ്രസ് വക്താവ്, ശ്രീ NP ചെക്കുട്ടി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ NP ചെക്കുട്ടി, ഈ കേസ് CBI അന്വേഷിക്കുന്നതിനെ സംസ്ഥാന സർക്കാർ പരമാവധി എതിർത്തതാണ്, അതിനുവേണ്ടി പോകാവുന്നിടത്തോളം പോയതാണ്. ആ ഘട്ടങ്ങളിലൊക്കെ കോടതിയുടെ ശക്തമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങിയതുമാണ്. സംസ്ഥാന ഖജനാവിൽ നിന്ന് 90 ലക്ഷം രൂപ ഈ കേസ് CBIക്ക് പോകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് എന്തിനാണ് എന്ന് CBIയുടെ പ്രതിപട്ടിക കാണുമ്പോൾ കേരളത്തിന് മനസ്സിലാവുന്നുണ്ടോ? അല്ല, അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഈ 1 കോടിയോളം രൂപ ഫീസ് കൊടുത്തത് മാത്രമല്ല പ്രശ്നം. കേരളത്തിലെ പോലീസ് എന്താ ചെയ്യുന്നത്? കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഒരു കാരണവശാലും അനീതിപരമായിട്ടുള്ള സമീപനം എടുക്കില്ല എന്ന് സർക്കാർ പറഞ്ഞൊരു കേസിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് ഇപ്പോൾ CBI അന്വേഷണത്തിലൂടെ പുറത്തു വന്നു. മാത്രമല്ല, കേരള പോലീസിൽ നിന്ന് ആ കേസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം CBIക്ക് വിട്ട സമയത്ത് പോലും ആ കേസിൻ്റെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ ഫയലുകൾ കൊടുക്കാൻ പോലും മടി കാണിച്ചു. എന്ന് വെച്ചാൽ സാധാരണ നിലയിൽ നമ്മുടെ നീതിന്യായ സംവിധാനം സുപ്രീം കോടതിയായാലും ഹൈക്കോടതികളായാലും വളരെ പ്രധാനപ്പെട്ട നീതി നിർവഹണ വിഭാഗങ്ങൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തോട് നിങ്ങളുടെ അന്വേഷണത്തെ സംബന്ധിച്ച് അതൃപ്തിയുണ്ട് ബന്ധപ്പെട്ട ആളുകൾക്ക്. അതുകൊണ്ട് ഇത് അന്വേഷണം CBI ഏൽപ്പിക്കുന്നു പറയുമ്പോൾ അത് തടയാനുള്ള ശ്രമം, അത് കോടതിയിൽ തടയാനുള്ള ശ്രമം മാത്രമല്ല, ഫിസിക്കലായിട്ട് അതിൻ്റെ ഫയലുകൾ തടഞ്ഞുകൊണ്ട് തടയാനുള്ള ശ്രമം പോലും നടത്തിയിട്ടുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ചില ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ക്രിമിനൽ ഗൂഢാലോചന എവിടെ നടന്നു? അത് ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് നടക്കാതെ ഇങ്ങനെയൊരു സംഗതി നടക്കില്ല. കേസിൽ ഈ പ്രതികളായിട്ടുള്ള ആളുകളും അതിനുശേഷം ഇപ്പോൾ പിടിക്കപ്പെടാൻ പോകുന്ന ആളുകളും അല്ലെ ഇപ്പോൾ പ്രതിയായിട്ടിരിക്കുന്ന MLA അടക്കമുള്ള ആളുകളും അവരുടെ കേസ് അത് കോടതിയിൽ പോകുന്നതാണ്. പക്ഷേ ഈ കേസിൻ്റെ നടത്തിപ്പുമായിട്ട് ഇതുവരെ ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അത്രയേറെ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് അത് ഉയർത്തുന്നത്. ശരി, ശ്രീ അനിൽകുമാർ, ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ പ്രതികളെ CBI കണ്ടെത്തിയിരിക്കുന്നു. മുൻപ് ഇല്ലാതിരുന്ന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പ്രതികളാകാതിരുന്ന 10 പേർ, നേരത്തെയുള്ള 14 പേർക്ക് പുറമെ കൃപേഷ് ശരത് ലാൽ കൊലക്കേസിൽ പ്രതികളാകുമ്പോൾ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്ന CPM വാദം അപ്രസക്തമാവുകയല്ലേ? ഈ പുതുതായി പ്രതികളായവരെല്ലാവരും CPM പ്രവർത്തകരാണ്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്. എന്തിന് ഈ കൊല നടക്കുന്ന സമയത്ത് ഉദുമ MLA ആയിരുന്ന KV കുഞ്ഞിരാമനുമുണ്ട്. ഇനിയും കൈ കഴുകാമോ? ഇന്ത്യ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എതിർ രാഷ്ട്രീയക്കാരെ വേട്ടയാടുക എന്നത് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ BJP-യുടെ ഭരണകാലം വന്നപ്പോൾ അത് വളരെ ശക്തിപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരേ തൂവൽ പക്ഷികളെ പോലെ കോൺഗ്രസും BJP-യും ഒരേ ആശയം പങ്കിടുന്നു എന്നുള്ളതല്ലാതെ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് പുതുതായി ഞങ്ങൾ കാണുന്നില്ല. ഇവിടെ ഏറ്റവും അവസാനമുണ്ടായ ഒരു രാഷ്ട്രീയ കൊലപാതകം പാലക്കാട് മമ്പറത്തുണ്ടായതാണ്. ആ കേസ് CBI അന്വേഷിച്ചാൽ പോരാ, NIA അന്വേഷിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ശ്രീ K സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? BJP-യുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇന്ത്യ രാജ്യത്ത് വ്യാജ ഏറ്റുമുട്ടലടക്കം നടത്തിയിട്ടുള്ള ഒരു നേതൃത്വമാണ് BJP-യുടെ നേതൃത്വം. ആ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതിയായി പോയ ഒരാളാണ് പിന്നീട് ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമന്ത്രിയായത്. അതൊക്കെ നമ്മുടെ പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉപയോഗത്തിന്റെ ധാരാളം അനുഭവങ്ങളുള്ളതാണ്. ഈ കേസിനകത്ത് ക്രൈംബ്രാഞ്ച്, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ ക്രൈംബ്രാഞ്ച് പ്രതികളാക്കിയ ലോക്കൽ കമ്മിറ്റി അംഗമടക്കമുള്ള CPM പ്രവർത്തകരുണ്ടല്ലോ. അവരോടൊപ്പം ചേർന്ന്, അവരോട് കൂട്ടുചേർന്ന് ഗൂഢാലോചന നടത്തുകയോ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുകയോ ചെയ്തവരാണ് അഡീഷണലായി പ്രതികളാവുന്നത്. അതല്ലാതെ ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ് CBI രാഷ്ട്രീയ വിരോധം തീർക്കാൻ ആരെയും പിടിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ K സുധാകരൻ പറയുന്നത് പോലെ കണ്ണൂരിലെ വലിയ നേതാക്കളെ പോയി പിടിക്കാമല്ലോ.
അഭിലാഷിൻ്റെ ചോദ്യത്തിൽ അഭിലാഷിൻ്റെ ഉത്തരമുണ്ട്. ഞാൻ അതിന് മുന്നേ ശ്രീ ചേക്കുട്ടി പറഞ്ഞ ഒരു വാക്കിന് മറുപടി പറഞ്ഞിട്ട് അങ്ങയിലേക്ക് വരാം. ഇവിടെ CBI വരുന്നതിനെ എതിർത്തു. ആ എതിർക്കുകയും അതിൻ്റെ ഭാഗമായി CBI വരാതിരിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്തത് ഗൂഢാലോചനയാണ്, അത് രാഷ്ട്രീയ അട്ടിമറിയാണ് എന്നൊരു വാചകം പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. മമ്പറത്തുണ്ടായ സംഭവത്തിൽ NIA അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ സംഘപരിവാരം ആവശ്യപ്പെട്ടിടത്തുള്ള അന്വേഷണ ഏജൻസികളെ ഓരോ സംസ്ഥാനവും ഏർപ്പാട് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഫെഡറലിസവും ഇല്ലാതെയാകും. അത് പെരിയയിലെ CBIയും മമ്പറത്തെ NIAയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ വ്യവസ്ഥകൾക്കെതിരാണ് എന്ന രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അതാണ് അതിൻ്റെ മറുപടി. ഇനി ബഹുമാനപ്പെട്ട അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതിൽ മറുപടി ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? CBI പറയുന്നത് അഡീഷണലാണ്. ഏതിൻ്റെ അഡീഷണൽ? 4 കൊല്ലം മുമ്പ് പെരിയയിലുണ്ടായ ദാരുണമായ ആ സംഭവത്തെക്കുറിച്ച് അന്ന് തന്നെ CPM പ്രതികരിച്ചു. ഞങ്ങൾ രാഷ്ട്രീയമായി ഒരു കൊലപാതകത്തെയും പിന്തുണയ്ക്കുന്നില്ല, ഇത്തരം സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. തൃശ്ശൂരിലെ CPM സമ്മേളനം, സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചു പാർട്ടി മുൻകൈയെടുത്തൊരു സംഭവം ഉണ്ടാകാൻ സമ്മതിക്കില്ല. അത് CPM പാലിച്ചിട്ടുണ്ട്. പിന്നീട് ഇരട്ട കൊലപാതകങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ പോലും വിഷമം കടിച്ചമർത്തി അവിടുത്തെ പ്രസ്ഥാനം അതാത് പ്രദേശത്ത് നിലയുറപ്പിച്ചു. 99 സീറ്റിൽ വലിയ വിജയം നേടിയിട്ടും ഏതെങ്കിലും തരത്തിലൊരു പ്രതികാര മനോഭാവത്തോടെ ഒരിടത്തും ഞങ്ങൾ പെരുമാറിയിട്ടില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം 4 കൊല്ലം മുമ്പുണ്ടായ പെരിയ സംഭവത്തെ കാണാൻ. പെരിയയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ CPM യുടെ നിലപാടെന്താണ്? യഥാർത്ഥ പ്രതികളെ കേരള പോലീസ് പിടിക്കില്ലെന്നല്ലേ കോൺഗ്രസ് പറഞ്ഞത്? പിടിക്കില്ലെന്നല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വിചാരിച്ചത്? ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു പീതാംബരൻ്റെ പേര് CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു, അദ്ദേഹത്തെ പുറത്താക്കി. അതിനുള്ളിൽപ്പെട്ട ചില വസ്തുതകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അത് പുറത്തു കൊണ്ടിരുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തി ഇല്ല. കാരണം എന്താണ്? കല്യാട്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമമാണ്, അവിടെ ചില സംഘർഷങ്ങളുണ്ടായി. ആ സംഘർഷം രാഷ്ട്രീയമായ സംഘർഷമായി വളരാതിരിക്കാൻ CPM ഒരു കാരണവശാലും ഒരു പ്രതികാര നടപടി ഉണ്ടാവരുത് എന്ന് മർദ്ദനമേറ്റവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. പീതാംബരൻ അടക്കമുള്ളവർക്ക് പരിക്ക് പറ്റിയതാണ്. പക്ഷേ എങ്കിൽ പോലും പ്രതികാര നടപടി CPMന് പാടില്ല എന്നവരെ അറിയിച്ചതാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് നടപടിയെടുത്തത്. CPMന് രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. പീതാംബരന്റെ പേരിൽ പാർട്ടി നടപടി എടുക്കുമോ? അല്ല, പാർട്ടി നടപടിയെടുത്തത് പാർട്ടിക്ക് എടുത്തതിന് ശേഷം ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് വഴിയെ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടങ്ങളിൽ സൂചിപ്പിക്കാം. ശ്രീ സത്യനാരായണൻ, നിങ്ങൾ കുടുംബാംഗങ്ങൾ CBI ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ നിയമ പോരാട്ടമാണ് നടത്തിയത്. സംസ്ഥാന സർക്കാർ ആ അന്വേഷണത്തെ തടയാൻ, അങ്ങനെ ഒരു അന്വേഷണം വരാതിരിക്കാൻ ആകാവുന്നതൊക്കെ ചെയ്തു. CBIക്ക് ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ ഏതാണ്ട് 3 ദിവസമാണ് ബാക്കിയുള്ളത്. പുതുതായി 10 പ്രതികളെ CBI ഈ കേസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും ഉന്നതൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് കൊലയ്ക്ക് ശേഷം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ സന്നദ്ധനായ അന്നത്തെ MLA KV കുഞ്ഞിരാമനാണ്. ഈ അന്വേഷണത്തിൽ തൃപ്തനാണോ? ഈ പ്രതികളെയൊക്കെ പിടിക്കാനാണോ CBIക്ക് വേണ്ടി നിങ്ങൾ പോരാടിയത്? അല്ല, കഴിഞ്ഞില്ല. ഇതിനൊക്കെ ഇനിയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ബാക്കി ധനസഹായം ചെയ്തവരും ഒക്കെ ഇതിന് ബാക്കിയുണ്ട്. പക്ഷെ നമ്മൾക്ക് വിശ്വാസമുണ്ട്. കാരണം അന്വേഷണത്തെ വിശ്വാസമുണ്ട്. കാരണം അത് കുറ്റപത്രം കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായി വിശ്വാസം നമുക്ക് ആർജിക്കാൻ പറ്റും. കാരണം ഇനിയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു കൊടുത്ത തെളിവുകൾ നൽകിയ കുറ്റവാളികൾ ഇനിയും ബാക്കി നിൽപ്പുണ്ട്. അവരെയും പിടിക്കപ്പെടുമെന്നുള്ള ഒരു സമാധാനത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും പിടിച്ചവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു മനോവിഷമം നമ്മൾക്കുണ്ട്. കാരണം ഒരു കുറ്റവാളിയെ റിമാൻഡ് ചെയ്തില്ല, ഒരു കുറ്റം മാത്രം ചാർത്തി വിട്ടു. അവരെ നമ്മൾക്കിപ്പോൾ തെളിവ് നശിപ്പിക്കാൻ, ഇത്രയും ചെയ്യുന്നവർക്ക്, ഈ കൊലപാതകം ചെയ്യുന്നവർക്ക് ഇത് തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒളിച്ച് മാറി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റവരെ ഭീഷണിപ്പെടുത്താൻ ഇങ്ങനെ പല സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു സമാധാനത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. CBIയുടെ അന്വേഷണം ശരിയായ നിലയിൽ തന്നെ ഉള്ളതാണ്. ഒരു നിയമ പോരാട്ടം, അതായത് അല്ല നമ്മൾ പറഞ്ഞോളൂ. ഒരു നിയമ പോരാട്ടം നമ്മൾക്കെതിരെ സർക്കാർ ചെയ്യേണ്ട ഒരു നിയമ പോരാട്ടത്തിന് ഒരു സർക്കാർ നമ്മൾക്കെതിരെ നിന്നു. അത് എന്ത് ജനാധിപത്യം കൂടി, എന്ത് നീതിയാണ്, എത്രയോ സാമ്പത്തികം നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ ഖജനാവിൽ നിന്ന് വാരിക്കൊടുത്തിട്ട് ഇത്രയും ഒരു നിന്ദ്യമായ കർമ്മത്തിന് ഒരു സർക്കാർ കൂട്ടു നിൽക്കാമെന്ന്. അതിന് സപ്പോർട്ട് പറയുന്ന CPM എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടില്ലേ സർക്കാരിന് CPMകാരും കൂടി കളിക്കുന്നത്. അതല്ലേ കുഞ്ഞിരാമനിലേക്ക് അന്വേഷണം എത്തുമ്പോൾ നമ്മൾ ലോക്കൽ പോലീസ് അന്വേഷിച്ചതാണ്. ആ കുഞ്ഞിരാമനിലേക്ക് എത്തുമ്പോൾ ലോക്കൽ അന്വേഷണം വേണ്ട, അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി. കാരണം അവർ പറയുന്നവരെ
മാത്രം എന്തോ എഴുതുന്നു, അത് എഴുതാൻ പറ്റിയ ആൾക്കാരെ വിട്ടു. അതിൽ തന്നെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ കുറച്ച് നന്നായി അന്വേഷണം കൊണ്ടുപോയി, അവരെ അപ്പോൾ തന്നെ മാറ്റി. അപ്പോൾ അവർ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ കിട്ടും. എന്തോ ഒരു സംഭവം, എന്തോ ഒരു ക്രൈം ബ്രാഞ്ച് വന്നു എന്തോ പറയുകയെന്ന് തന്നെ ആ സെറ്റപ്പിന് അവിടെ കൊണ്ടുപോയിട്ട് ഒരു കുറ്റപത്രം 1500 പേരിൽ കുറ്റപത്രം കൊടുത്തു. അത് വായിച്ചിട്ടാണല്ലോ നമ്മുടെ കോടതി ഇതിന് കൃത്യമായ വിധിപ്പകർപ്പുണ്ട്, വായിച്ചാൽ മനസ്സിലാവും. ഇവർക്ക് കോടതി കണ്ടെത്തിയതാണ്, നമ്മളൊന്നുമല്ല, നമ്മൾ പറയുന്നതല്ല. കോടതി കണ്ടെത്തിയ ഇവരെ കുറ്റപത്രത്തിൽ പറഞ്ഞ ഇവരെ അപാകതയാന്ന് പറഞ്ഞിട്ടാണ് CBIക്ക് വിടണം എന്ന്. ഇവരെ അന്വേഷിച്ചാൽ അവർക്ക് ശിക്ഷ കിട്ടൂല എന്ന് പറയുന്നത്. പക്ഷേ അതിന് തടയിടാനാണ് ഒരു സർക്കാരാണ് പോകുന്നത്. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. നമ്മൾക്ക് സംരക്ഷണമായിട്ട് നിൽക്കേണ്ട ഒരു സർക്കാർ അവരെ അപ്പോൾ ക്രിമിനലുകളെ ഇവിടെ വളർത്താൻ വേണ്ടി CPMകാർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കൊല്ലുന്നത് അവർക്ക് നിസ്സാര കാര്യമാണ്, കുട്ടികളെയൊക്കെ കൊല്ലുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് വിഷമം. അതാണ് കുഞ്ഞിരാമനിലേക്ക് എത്തുമ്പോൾ ഇവർ പ്രശ്നം പാർട്ടിയല്ല. ഇവിടെ അന്ന് മുതലേ പാർട്ടിയല്ല എന്ന് പറയും. അപ്പോൾ എവിടെ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല, ഇവർ കൊല്ലും, അവരെ പാർട്ടിയല്ല എന്ന് പറയും, അവരെ സംരക്ഷിക്കും. ഇത് അവരെ ഒരു പാർട്ടി നയമായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് കള്ളങ്ങൾ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. ഓരോ ഉദാഹരണങ്ങൾ എവിടെ ചീമേനി കൊന്നു മറ്റടുത്ത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യനെ മറ്റിലൊരു കൊന്നു എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യജീവന് വിലയില്ല നിങ്ങൾക്ക്? നിങ്ങളൊരു കൊന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളൊരു കൊന്നു എന്ന് പറയുമ്പോഴും അവിടെ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ കൊന്നു, അത് മനുഷ്യനല്ലേ, കൊല്ലാൻ പറ്റുമോ? അതോ ന്യായങ്ങൾ? ഒരു മനുഷ്യനെ കൊന്നു പറഞ്ഞാൽ നാട്ടിലുള്ള ബാക്കി മറ്റുള്ളവരൊക്കെ കൊന്നുകളയാന്ന് എന്താ നയം? നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു തെറ്റുകൾ ചെയ്താൽ അവരെ പിടിക്കപ്പെടണം, ആര് തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടണം എന്നുള്ളവരുണ്ട്. അതിലൊരു നീതിന്യായ വ്യവസ്ഥ ഒരു നമ്മുടെ നാട്ടിൽ, അത് ജനാധിപത്യ രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത്. ഇതിന് പല ന്യായങ്ങളും ഒരു കള്ളത്തരങ്ങളും ഇവിടെ കല്ലോട്ട് നടന്ന സംഭവങ്ങളൊക്കെ തിരിച്ചും മറിച്ചും ഇല്ലാത്ത കള്ളങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. തിരിച്ചു പറഞ്ഞാൽ ഈ സത്യങ്ങളൊന്നും തെറ്റാവില്ല. ഇത് നമ്മൾ കാണുമ്പോൾ നമ്മളടുത്ത് കളിക്കുന്ന ആൾക്കാരും ഇവിടെ ചെയ്തു കൂട്ടിയ വേലയാണെന്ന്. ഇവിടെ ഓരോ ആൾക്കാരും പറയുന്നത് കേട്ട് വോട്ടില്ല. ഇതിൻ്റെ ഈ വോട്ട്, ഇവിടുത്തെ വോട്ടിൻ്റെ കണക്കെല്ലാം നിങ്ങൾ പറയുന്നത് കാണിക്കുക. നിങ്ങൾ ഏത് നാക്കടത്ത ശരി പറയുന്നത്? ഇവിടുത്തെ ബൂത്തിൽ എത്ര വോട്ടുണ്ടെന്ന് അറിയും. ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണോ? ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ അംഗീകാരമാണോ? കൊല ചെയ്തതിൽ അംഗീകാരമാണോ? ഞങ്ങൾക്ക് വോട്ട് കിട്ടി, ഞങ്ങൾക്ക് MLA കിട്ടി. ഇതാണോ ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ ചെയ്യേണ്ടത്? എന്ത് നയമാണിത്? ശരി, ഓക്കെ, അതാണ് കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഞാൻ അങ്ങനെയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സത്യനാരായണൻ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അക്യൂസ് നമ്പർ 20 KV കുഞ്ഞിരാമൻ കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന രണ്ടാം പ്രതി സജി ജോർജിനെ പാക്കം മേഖലയിൽ വെച്ച് പോലീസ് പിടികൂടിയപ്പോൾ ബലമായി അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന് മേലുള്ള കുറ്റം. കൊലപാതകം സംബന്ധിച്ച് ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നോ കൊലയെക്കുറിച്ച് മുന്നറിവുണ്ടെന്നോ KV കുഞ്ഞിരാമനെക്കുറിച്ച് CBIക്ക് ചാർജില്ല. ഗൂഢാലോചന സംബന്ധിച്ച് അറസ്റ്റിലായ പോലീസിൽ നിന്നിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ അറസ്റ്റിലായവരിൽ P രാജേഷ് എന്ന എച്ചിനടക്കം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഒരു പ്രമുഖൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ആളുകളുണ്ടോ? നിങ്ങൾ ഉദ്ദേശിച്ച ഉന്നതർ ഇവരൊക്കെ തന്നെയാണോ? ഒന്ന്, ശ്രീ അഭിലാഷ്, അതിനു മുമ്പ് ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ അനിൽകുമാറിൻ്റെ വിശദീകരണം കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ സംസ്ഥാന സർക്കാർ ഇവിടെ സത്യേട്ടനടക്കം കൃഷ്ണേട്ടനടക്കമുള്ള ആളുകളുടെ നികുതി പണം കൊണ്ട് 88 ലക്ഷം രൂപ മുടക്കി കേസ് വാദിച്ചത് ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കരുതിയിരുന്നത് കൊലപാതകികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ ഒന്നുകൂടെ കേൾക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ലാപ്സുകളെ പറ്റി ഞാൻ പറയാം. ഇവിടെ അന്വേഷണം തൃപ്തികരമായിരുന്നു, ഫെഡറൽ സംവിധാനത്തിനകത്തുള്ള ഇടപെടൽ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അന്വേഷണം തൃപ്തികരമായിരുന്നു. ഈ അന്വേഷണ സംഘം ആദ്യമായിട്ട് സത്യേട്ടനടക്കമുള്ള ഇതിനകത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ രക്ഷിതാക്കളെ ആദ്യമായി പോയി കണ്ടത് 7 ദിവസത്തിന് ശേഷമാണ്, പ്രാഥമികമായി തെളിവ് ശേഖരണത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഈ അന്വേഷണ സംഘം രൂപീകരിച്ചു. ആ അന്വേഷണ സംഘത്തെ 4 തവണയാണ് അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ, SP അടക്കമുള്ള മേലുദ്യോഗസ്ഥന്മാരെ 4 തവണയാണ് മാറ്റിയത്. നിരന്തരമായി പ്രക്ഷോഭം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് നിന്നുള്ള DYSP റാങ്കിലുള്ള പ്രദീപൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ തയ്യാറായത്. ഇനിയും ഇതിനകത്ത് ഈ നമ്മുടെ ക്രൈംബ്രാഞ്ച് കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിനകത്ത് സാക്ഷി ചേർക്കപ്പെട്ട ആളുകൾ, അതിനകത്ത് 3 പേർ ഇന്ന് പ്രതിയേർക്കപ്പെടുകയാണ്. അതിനകത്ത് ഇപ്പോൾ കുഞ്ഞിരാമൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. കുഞ്ഞിരാമൻ്റെ കുറ്റമെന്താ? അതിനെ നമുക്ക് അങ്ങനെ നിരുത്തരവാദിത്വം എന്ന് പറയാൻ പറ്റുമോ? ഒരു വശത്ത് ഇവർ പറയുന്നു പാർട്ടിക്ക് യാതൊരുവിധമായ പങ്കാളിത്തവും ഇല്ലാത്ത ക്രൈമാണ്. അന്ന് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞ വാചകം താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഏത് അന്വേഷണത്തെയും ഞങ്ങൾ നേരിടും. ഏത് അന്വേഷണത്തെയും നേരിടുമെന്ന് പറഞ്ഞ പാർട്ടിയുടെ സെക്രട്ടറിയുടെ പാർട്ടി CBI അന്വേഷണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി 88 ലക്ഷം രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് പൊടിച്ചത്. ആ കുഞ്ഞിരാമൻ, MLA ആയിരുന്ന കുഞ്ഞിരാമൻ, ഇതിനകത്തെ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കേസ് 225 IPC അല്ലേ?
ഇതിനകത്ത് 120B അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തുവാൻ കഴിയുകയില്ലേ ഭാവിയിൽ? അതടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇത് കണ്ണൂർ മോഡൽ കൊലപാതകമാണ്, കാസർഗോഡ് ജില്ലയിലെ മാത്രം കൊലപാതക രീതിയല്ല. കണ്ണൂർ ജില്ലയിലുണ്ടായ സീരീസ് ഓഫ് കൊലപാതകങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതേ പാറ്റേണിൽ തന്നെ തലയ്ക്ക് ക്രൂരമായി പരിക്കേൽപ്പിക്കുകയും അതിനുശേഷം കാലിൽ തുരുതുര വെട്ടുകയും ചെയ്യുന്ന കണ്ണൂർ പാറ്റേൺ ആണ് ശരത്ലാലിനെ കൃപേഷിനെ കൊല്ലുവാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ണൂർ നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തണ്ടേ? ക്രൈം മാത്രം അന്വേഷിച്ചാൽ മതിയോ? ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണ്ടേ? പിന്നെ പാർട്ടി സംരക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് പാർട്ടിക്ക് പങ്കില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തെ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഹരിപ്രസാദ്, അദ്ദേഹത്തിന് 3 മാസം മുൻപ് CPM-ന്റെ വനിതാ ബാങ്കിൽ അദ്ദേഹത്തിന് ജോലി കൊടുത്തു. ഈ കേസിനകത്തെ 1, 2, A1, A2, A3 3 പ്രതികൾ, ആ 3 പ്രതികളുടെ ഭാര്യമാർക്ക് ജില്ലാ ആശുപത്രിയിൽ CPM ഭരിക്കുമ്പോൾ ജോലി കൊടുക്കുന്നു. അവിടെ പ്രക്ഷോഭം ഉണ്ടാകുന്നു. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അവരെ പിൻവലിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ 2ാം പ്രതിയായ സജിയുടെ ഭാര്യയ്ക്ക് അവിടെ വീണ്ടും സർക്കാർ ജോലി കൊടുക്കുകയാണ്. എന്താണ് അതിന്റെ മാനദണ്ഡം? എന്തെങ്കിലും പൊതുപ്രവേശനത്തിന്റെ മാനദണ്ഡത്തിലാണോ? അല്ല, ആളെ കൊന്നു, CPM-ന് വേണ്ടി ആളെ കൊന്നു. ആ മാനദണ്ഡത്തിൽ സഹായിക്കുക. വിഷ്ണു സുര എന്ന് പറയുന്ന ആളുടെ ഇന്ന് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടയാളാണ്. ബൈക്കിൽ പിന്തുടർന്ന് ശരത്ലാലും കൃപേഷും എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത വിഷ്ണു സുരയുടെ ഭാര്യയ്ക്ക് ഹെൽത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജോലി കൊടുത്തു. ഇതിനകത്ത് ഈ പ്രതികൾ ഒളിച്ചിരുന്ന സ്ഥലം ഏതാ? വെളുത്തോളി എന്ന് പറയുന്ന പാർട്ടി ഗ്രാമം. പാർട്ടി ഗ്രാമത്തിന്റെ പ്രത്യേകത ശ്രീ അഭിലാഷ് അറിയാമല്ലോ. മലബാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് താങ്കൾ മാധ്യമപ്രവർത്തനം നടത്തുകയാണല്ലോ. ആ പാർട്ടി ഗ്രാമത്തിനകത്ത് CPM-ന്റെ പിന്തുണയില്ലാതെ ഒരാൾക്ക് ഒളിച്ചു കഴിയുവാൻ കഴിയുമോ? ഇനിയും ഈ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നു, ചട്ടഞ്ചാലിലെ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് പ്രതികൾ ഒരു ദിവസം കഴിഞ്ഞു. സ്ഥലം MLA സംരക്ഷിക്കുന്നു. പിന്നെ ആ പാർട്ടിയുടെ സർക്കാർ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വക്കീലന്മാരെ ഏൽപ്പിക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോഴും ഇവർ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ശ്രീ അഭിലാഷെ വിശ്വസിക്കുവാൻ കഴിയുക? ഇവിടെ സൂചിപ്പിക്കുന്നു, ഞങ്ങൾക്ക് ഇതിനകത്തൊരു ഇന്റൻഷനുമില്ല. ഞങ്ങളുടെ 2 ചെറുപ്പക്കാർ തല തല്ലിപ്പൊളിച്ച് തലച്ചോറ് ചിതറി കൊന്ന 2 ചെറുപ്പക്കാർ, 22ഉം 19ഉം വയസ്സായ ചെറുപ്പക്കാർക്ക് നീതി ലഭിക്കണം. അതിനകത്ത് കൊന്നവൻ പിടിക്കപ്പെടണം, കൊല്ലാൻ ഉത്തരവിട്ടവൻ പിടിക്കപ്പെടണം. ഇതിനകത്ത് ഇവർക്കൊന്നും മറയ്ക്കാനില്ല എങ്കിൽ എന്തുകൊണ്ട് CBI അന്വേഷണത്തെ ഇവർ പ്രതിരോധിക്കുന്നു? ചർച്ചയ്ക്കിടയിൽ ശ്രീ അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചു, ഇരട്ട കൊലപാതകത്തെ പറ്റി പറഞ്ഞു. ആ ഇരട്ട കൊലപാതകം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉപവാസം ഇരുന്ന ആള് അടൂർ പ്രകാശ് MP അല്ലേ? എന്താ ഇവർ CBI അന്വേഷണത്തിന് വിടാത്തത്? എന്തുകൊണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകാത്തത്? റഹീമിനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാമോ അന്വേഷണം ഒന്ന് മുന്നോട്ട് പോകാനായിട്ട്? ഞങ്ങൾക്ക് എതിർപ്പില്ല, ഏത് തരം അന്വേഷണം വേണമെങ്കിൽ നടത്തിക്കോളൂ. കോൺഗ്രസ് പറയുകയല്ലേ, ഈ രാജ്യത്തെ ഒരു പ്രതിപക്ഷ പാർട്ടി, സംസ്ഥാനത്തിനകത്തെ പ്രതിപക്ഷ പാർട്ടി പറയുക, ഞങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്ക് കുറ്റം ആരോപിക്കാനുണ്ടോ? ഏത് തരം അന്വേഷണം വേണമെങ്കിൽ നടത്തിക്കോ. തിരിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിശാലമായി മനസ്സിലാത്തത്? CBI-യോട് നിങ്ങൾക്ക് അയിത്തമൊന്നുമില്ലല്ലോ. ഇപ്പോൾ സോളാർ കേസ് സംസ്ഥാന, നിങ്ങൾ ഈ പറയുന്ന ഫെഡറൽ സിസ്റ്റത്തിന്റെ എല്ലാം വലിയ ക്ഷീണമായി പോകുമെങ്കിൽ എന്തിനാണ് നിങ്ങൾ CBI-ക്ക് വിട്ടത്? അപ്പോൾ ഇതിനകത്ത് CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ, കണ്ണൂർ ജില്ലയിൽ അടക്കമുള്ള ഉന്നതരായ നേതാക്കന്മാർക്ക് പങ്കാളിത്തം ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് CPM ഇങ്ങനെ സംരക്ഷണം ഒരുക്കുന്നത്. ഈ കേസിനകത്ത് പ്രതി ചേർക്കപ്പെടുന്ന ആളുകളിൽ ഒരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയില്ലേ നിങ്ങൾ? എന്താ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സന്ദേശം? ഇവിടെ ഇപ്പോൾ ശ്രീ അനിൽകുമാർ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. മുൻപ് പെരിയ കൊലപാതക കേസുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്നയാളാ VPP മുസ്തഫ. VPP മുസ്തഫ എന്ന് ചാനൽ ചർച്ചകളിൽ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊരു പങ്കുമില്ല, പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ചോദ്യം ചെയ്തു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടേക്കാം, അദ്ദേഹം കൊലവിളി പ്രസംഗം നടത്തിയതായി തെളിയിക്കപ്പെടുന്നു. അപ്പം നമുക്ക് ആരെയാണ് വിശ്വസിക്കുവാൻ കഴിയുക? CPM പറയുന്ന ഏത് വിഷയമാണ് ഒരു കൊലപാതക കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ഇത്ര വലിയ പ്രതിരോധങ്ങൾ. ശരി, ഞാൻ വരാം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഞാൻ വരാം. ഇവിടെ CPM-ന്റെ വാദം, CPM പ്രവർത്തകന്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായ പീതാംബരന്റെ വ്യക്തിപരമായ ഒരു പ്രതികരണമാണ് ഇത്. ഞങ്ങൾ പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പീതാംബരനെയും ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്ന സുരേന്ദ്രനെയും കല്ലോട്ട് വെച്ച് അപമാനിച്ചു, അതിനുള്ള പ്രതികാരം നിർവഹിച്ചു. അതിൽ ഞങ്ങൾക്ക് പങ്കില്ല. അത് അയാളുടെ ആളുകളെ കൂട്ടി, പാർട്ടി പ്രവർത്തകരടക്കമുള്ള ആളുകളെ കൂട്ടി ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഞങ്ങൾ കേൾക്കാൻ കഴിയില്ല എന്നാണ് CPM അന്ന് മുതലേ പറയുന്നത്. ഇന്ന് ഇപ്പോൾ MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞതും അത് തന്നെ. ഇത് ഞങ്ങളുടെ CPM-ന്റെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമല്ല എന്നുള്ളതാണ്. ഈ കൊലപാതകത്തെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുമോ? അല്ല, അത് ആദ്യമായിട്ടല്ലല്ലോ CPM ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. ഏത് കൊലക്കേസ് വന്നു കഴിഞ്ഞാലും CPM-കാർ ഇൻവോൾവ് ആവുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഓരോ കേസിലും അവർ ഇങ്ങനെയൊരു നിലപാടെടുക്കും. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, ആരോ എന്തൊക്കെയോ ഇടപാടുണ്ടായി, അത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ് എന്ന മട്ടില്ല പറയുക. അപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കേസ് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ അവിടെ ഏതോ ചില 1-2 ആളുകളും ഇദ്ദേഹവും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതിനെ തുടർന്ന് അങ്ങനെ നടത്തിയതാണ്.
എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വസ്തുതകൾ നമ്മൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സ്വഭാവം അറിയുന്ന ആളുകൾ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ നിരവധി വർഷങ്ങൾ, പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു സംവിധാനമാണത്. അപ്പോൾ അത് ആ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ A to Z കേസുകൾ നമ്മൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളിലെ കേസുകൾ നോക്കിയാൽ ഓരോ കേസിലും പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾക്ക്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അതിനകത്ത് ബന്ധമുണ്ട്. അവരത് അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഓരോ കേസിലും അതിൻ്റെ നീതി നൽകുന്നത് തടയാൻ ഏറ്റവും പരിമിതമായ വൃത്തത്തിൽ ആ കേസ് തളച്ചിടാൻ എല്ലായ്പ്പോഴും ശ്രമം നടത്താറുണ്ട്. അതുകൊണ്ടാണ് CBI കേസിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആരാണ് ഈ കേസ് CBIക്ക് വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? കുടുംബക്കാരാണ്, അല്ലാണ്ട് നീതിപാലനത്തിൻ്റെ വേറെ ആരും ഇടപെടുന്നതല്ല. കുടുംബങ്ങൾക്ക് ഇതിനകത്ത് ഒരു നീതി കിട്ടുന്നില്ല എന്ന് ബോധ്യമാവുന്നു. കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് അവർക്ക് പരാതിയുണ്ട്. ഭരണത്തിലിരിക്കുന്ന കാലത്ത് ഇവർ ചെയ്യുന്ന രീതി, ഭരണത്തിലില്ലാത്ത സമയത്ത് ഈ തരത്തിൽ പോലീസിൻ്റെ മേൽക്കും സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് CPMൻ്റെ ബന്ധപ്പെട്ട സെക്രട്ടറി ഞങ്ങൾക്കത് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാലൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകില്ല. ഇന്ന് വരെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPMനെ സംബന്ധിച്ചിടത്തോളം, CPM മാത്രമല്ല മറ്റു കക്ഷികൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്, പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സംവിധാനം അതിനകത്തുണ്ട്. സർക്കാരടക്കം, ഇന്ന് സർക്കാരിൻ്റെ തലപ്പത്തുള്ള ആളുകളടക്കം അതിന് കൂട്ടുനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് അവർ കേരളത്തിലെ ഒരു കേസ്, ഒരു പ്രധാനപ്പെട്ട കേസ്, അവരുടെ കുടുംബങ്ങൾക്ക് തൃപ്തിയില്ലാത്തത് കൊണ്ട് CBI അന്വേഷിക്കുന്ന സമയത്ത് അത് തടയാൻ ശ്രമിച്ചത്? അത് അവർ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാരണവശാലും നീതി നടക്കരുത് എന്നല്ലാതെ, നീതി അതിൻ്റെ ശരിയായ മട്ടിൽ പോകരുത് എന്നല്ലാതെ മറ്റൊരു കാരണവുമില്ല. അത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല. ശ്രീ K. അനിൽകുമാർ, ഇവിടെ ഇപ്പോൾ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് അവർക്ക് നീതി കിട്ടണം എന്ന താല്പര്യത്തിന് ഒക്കെ എന്ത് സംഭവിക്കുന്നു? കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക്, അച്ഛനമ്മമാർക്ക് ഈ സർക്കാരിനെ വിശ്വാസമുണ്ടെങ്കിൽ അവർ CBI അന്വേഷണത്തിന് പോവില്ലല്ലോ. അപ്പോൾ അവർക്ക് നീതി കൊടുക്കാനുള്ള ബാധ്യത ഈ സർക്കാരിന് ഉണ്ടായിരുന്നല്ലോ. സർക്കാർ എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് യാതൊന്നും ഒളിക്കാനില്ലാത്ത ഒരു പീതാംബരൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞ, പീതാംബരൻ്റെ ആസൂത്രണത്തിൽ നടന്ന ഒരു കൊലപാതകമാണ്. നിങ്ങൾക്ക് യാതൊരു കാര്യവും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ CBI വന്ന് അന്വേഷിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. ഒരു സർക്കാർ കാലിലോട്ട് നടന്ന, കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗത്ത് നടന്ന ഒരു കൊലപാതകത്തിൽ ഇങ്ങനെ 90 ലക്ഷം രൂപയ്ക്കടുത്ത് ചെലവഴിച്ച് കേസ് നടത്തി പോകാൻ പറ്റുന്ന കോടതിയിലൊക്കെ പോയി കോടതികളുടെ ശകാരം ഏറ്റുവാങ്ങി നാണം കെടണമെങ്കിൽ അതിന് കാരണം നിശ്ചയമായും ഉണ്ടാകണമല്ലോ. അതാണ് നമുക്കും അറിയേണ്ടത്. CBI ഭരിക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സഹമന്ത്രി, അദ്ദേഹത്തിൻ്റെ മകൻ പ്രതിയായ കേസിലാണ് 2 ആഴ്ച മുന്നേ സുപ്രീം കോടതി ചോദിച്ചത്, UPയിലേക്ക് CBI അയച്ചിട്ട് എന്നാ കാര്യം? UP പോലീസിന് CBIയും വിശ്വാസമില്ല, എന്നിട്ട് ഒരു സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയെ അവിടെ കേസിൻ്റെ മേൽനോട്ടത്തിന് വെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ. ആ CBI കേരളത്തിൽ വന്ന് CPMൻ്റെ നേതാക്കന്മാരെ കടന്നാക്രമിക്കുമ്പോൾ ഞങ്ങൾ തലകുനിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ നേതാക്കളെ കടന്നാക്രമിക്കുമെന്ന മുൻധാരണ അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ രാഹുൽ ചോദിച്ചതുപോലെ ഈ സോളാർ കേസിന്റെ അന്വേഷണത്തിൽ CBI വരണമെന്ന് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? CBI എന്ന് പറയുന്ന ഏജൻസി തന്നെ അങ്ങ് പിരിച്ചുവിടണമെന്ന് ദേശീയ തലത്തിൽ നിങ്ങൾക്ക് ഒരു നിലപാടെടുത്താൽ പോരെ? അത് പറയാം. CBIക്ക് അധികാരമുള്ളിടത്ത് CBI അന്വേഷിക്കുക തന്നെ വേണം. ഇരയായ സ്ത്രീ CBI അന്വേഷണം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് അക്കാര്യത്തിൽ പ്രത്യേകിച്ചൊരു താല്പര്യം അമിതമായി കോൺഗ്രസിനെതിരെ ഇല്ല. BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ തന്നെ ഉൾപ്പെട്ടൊരു കേസിനകത്ത് നമ്മുടെ രാഷ്ട്രീയമായ എന്തെങ്കിലും ചെറുപ്പക്കാരുടെ മാതാപിതാക്കളാണ് ആവശ്യപ്പെട്ടത്. ഉമ്മൻചാണ്ടി സമീപനം ഇവരോടും കാണിക്കാത്തതാണ് എന്റെ ചോദ്യം. അതിനാണ് ഉത്തരം പറയാൻ പോണം. അതിൻ്റെ ഉത്തരം പറയാം. അതിനൊരു ചോദ്യം എനിക്കുണ്ട്. അതിന് ഒരു വരി പറഞ്ഞിട്ട് ഞാനതിലേക്ക് പോകാം. കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചാണ് പലരും വാചാലരാകുന്നത്. കേരളത്തിൽ ഏറ്റവും ആദ്യം ഒരു വർഗീയ കലാപം ഉണ്ടായ സ്ഥലവും കണ്ണൂർ ജില്ലയാണ്. ചെറിയ കലാപമല്ല. 550ഓളം FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട 2 താലൂക്കുകൾ പടർന്നു കിടന്ന നിരവധി പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിരവധി ആൾനാശവും നിരവധി വസ്തുനാശവും ഉണ്ടായിട്ടുള്ള ഒരു മതവിഭാഗത്തിന് നടന്ന കടന്നാക്രമണത്തിൻ്റെ സ്ഥലമാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ ഇന്ന് വർഗീയ കലാപം ഇല്ല.
കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാതെയാക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിൽ ചോര വീഴുന്നുണ്ട്. 531 ആളുകളാണ് CPM ഈ കേരളത്തിനകത്ത് നഷ്ടപ്പെട്ടത്. ആ വേദന ഞങ്ങൾക്കുണ്ട്. ഇരകളാക്കപ്പെട്ട, അതിനിരയാക്കപ്പെട്ട ഞങ്ങളുടെ സഖാക്കളുടെ ഒരു കുടുംബാംഗത്തെയും ഒരു മാധ്യമവും ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങൾ കണ്ടില്ല. അല്ല, ഇവിടെ ബഹുമാനായ അദ്ദേഹം ഒരാളുടെ അഭിമന്യ പിതാവ്, നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ചോര വീണിട്ടുണ്ട് എന്നുള്ളത് വേറെ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള കാരണമാവുന്നില്ലല്ലോ. അങ്ങനെ ചോര വീഴുമ്പോൾ അവർക്ക് നീതി കൊടുക്കാതിരിക്കാനുള്ള കാരണമാവുന്നില്ലല്ലോ. അത് തന്നെയാണ് മകനെ നഷ്ടപ്പെട്ട അച്ഛൻ ചോദിച്ചത്. വേറെ കുറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതി ഇവർ കൊല്ലപ്പെട്ടോട്ടെ, അതിൽ കുഴപ്പമില്ല എന്നാണോ? അതിന്റെ അച്ഛനോടുള്ള അച്ഛൻ ഇവിടെ ചീമേനിയുടെ കാര്യം പറയുന്നത് കേട്ടു. അഭിലാഷൻ ചോദിച്ച് മനസ്സിലാക്കിയ ചീമേനിയിൽ എന്താ ഉണ്ടായെന്ന്. ചീമേനിയിൽ CPM കൊല ചെയ്യുന്നതാണോ അദ്ദേഹം പറഞ്ഞത്? ചീമേനിയിൽ എന്താണ് ഉണ്ടായത്? ബഹുമാനപ്പെട്ട അഭിലാഷ തിരിച്ചൊരു ചോദ്യം ചോദിക്കാഞ്ഞത്? അല്ല, ചീമേനിയിൽ എന്താണ് ഉണ്ടായത്? അല്ല, ചീമേനി കൊലക്കേസിൽ കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കുന്ന കണ്ടല്ലോ. ചീമേനി കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പ്രതികളും ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കണ്ടല്ലോ. അതല്ല ഇപ്പൊ ഇവിടെ കൊലപാതകം നടത്തിയതാണോ? CPM മേരെയാണോ അദ്ദേഹം പറഞ്ഞത്? അതല്ല അഭിലാഷൻ, ഞാൻ ചോദിച്ചത് ഈ ചർച്ചയിൽ ചീമേനി എന്ന് ആദ്യം പറഞ്ഞ ഞാനല്ലല്ലോ. ചീമേനി എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ശ്രീ നാരായണൻ ചേട്ടനല്ലേ? അദ്ദേഹത്തോട് അങ്ങ് ചോദിക്കൂ, ചീമേനിയിൽ ആരാ കൊലപാതകം നടത്തിയെന്ന്. ചീമേനിയുടെ പേര് പറഞ്ഞ അദ്ദേഹമല്ലേ? അതിന്റെ എന്താ അഭിലാഷൻ സംശയമില്ലാത്തത്? അല്ല, ആ ചീമേനി ഞങ്ങളുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതല്ല. ഞങ്ങളുടെ 5 ചീമേനിയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ 5 പേർ CPM പാർട്ടി ഓഫീസിനകത്ത് കോൺഗ്രസുകാരാൽ കൊല്ലപ്പെട്ടു. അത് ഈ പറയുന്ന സത്യനാരായണന്റെ മകനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊല്ലുന്നതിനുള്ള ന്യായമോ കാരണമോ ആകുന്നില്ലല്ലോ. കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട ആളുകളിൽ ഞാൻ പറഞ്ഞല്ലോ, കൊല്ലപ്പെട്ട ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്, പ്രതിയാക്കപ്പെട്ട ആളുകളെ നിയമവിധേയമായ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. മുൻപ് 1987-ലോ 86-ലോ അങ്ങനെ ഒരു സംഭവം നടന്നതിന് ഇപ്പോ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ കൊല്ലുകയും അതിനുശേഷം നീതി കൊടുക്കാതിരിക്കുകയും ചെയ്യാൻ കാരണമാക്കേണ്ട കാര്യമില്ല. അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. ചീമേനിയിൽ 5 പേര് കൊല്ലപ്പെട്ട CBI വേണ്ട. ചീമേനിയിൽ 5 പേര് കൊല്ലപ്പെട്ട CBI വേണ്ടേ? എന്താ അവിടെ CBI ഇല്ലാത്തത്? അപ്പൊ ചില കേസിൽ CBI വേണം, ചില കേസിൽ CBI വേണ്ട. ഇനി ബഹുമാനപ്പെട്ട ശ്രീ അഭിലാഷിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. കേരള പോലീസ് ക്രൈംബ്രാഞ്ച് 14 പേരെ പ്രതികളാക്കി കുറ്റപത്രം കൊടുത്തു. അതിലാരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടതല്ല എന്ന് ശ്രീ നാരായണൻ ചേട്ടന് അഭിപ്രായമുണ്ടോ? കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ഇരകളാകുന്ന ആളുകളുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നീതി കൊടുത്തില്ല എന്ന ദുരാരോപണം പിണറായി സർക്കാരിന്റെ മേലെ വെക്കണം. എന്ത് വേണം? 14 പേരെ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികപ്പെടുത്തി കുറ്റപത്രം കൊടുത്തു, ജയിലിലടച്ചു. അതിലാരെങ്കിലും നിരപരാധികളാണോ എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ആരോപിക്കുമ്പോൾ നീതി കൊടുത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയേണ്ടത്. സത്യനാരായണൻ അങ്ങനെ ഇപ്പോ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് 1-ാം പ്രതിയായി പീതാംബരൻ വരികയും സജി ജോർജ് 2-ാം പ്രതിയായി വരികയൊക്കെ ചെയ്തത്. അപ്പോൾ പീതാംബരനും സജി ജോർജും കൂടെയുള്ള CPM പ്രവർത്തകരായ മറ്റാളുകളുമൊക്കെ ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത ആളുകളല്ല. അങ്ങനെ ഒരു ആരോപണം CBI കൊട്ടില്ലതാനും. അപ്പോൾ യഥാർത്ഥ പ്രതികളെ പിടിച്ചില്ലെന്നോ ഏതെങ്കിലും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നോ ഒക്കെയുള്ള ആക്ഷേപം ആദ്യം നടന്ന അന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടോ? അതെ. അതെ, ഇപ്പോൾ അവർ പ്രതികളല്ല എന്നല്ല പറയുന്നത്. നമ്മൾ പറഞ്ഞ അവരെ പ്രതിപട്ടികയിൽ ചേർത്തു, ശരി, എല്ലാവരെയും പെടണം. പക്ഷേ അതിൽ സാക്ഷിയായി വെച്ചതാരെയാന്ന്? ഇപ്പോഴത്തെ പ്രതികളെയാന്ന്. അപ്പം കേസ് അട്ടിമറിക്കാൻ ഒരു പ്രതികളെ വെച്ചിട്ട് നീതി കൊടുത്തു എന്ന് പറയുന്നത് എന്താ ഒരു സർക്കാർ ചെയ്യുന്നത്? എന്തൊരു സംവിധാനമാണത്? അതിലെ തന്നെ മറ്റ് പ്രതികളെ സാക്ഷികളായി നിർത്തി എവിടെ കിടക്കും? അത് കോടതി ചോദിച്ചില്ലേ? അത് കോടതി എങ്ങനെയാ? ഇവർ കൊടുത്ത കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. ഇവർ പിടിക്കപ്പെടാതെ ഒഴിഞ്ഞ് നിൽക്കുന്നവരെയും ചോദ്യം ചെയ്യാതെയും തെളിവുകൾ എടുക്കാതെയും നിൽക്കുന്നത്. അതൊരു നീതിയോ? അല്ല, എന്ത് നീതിയാണെന്നാണ് ഇവർ പറയുന്നത്?
അത് മറ്റന്വേഷണം വേണ്ടാന്ന് വെക്കുന്നതാണ് നീതി. ആ അന്വേഷണം പാടില്ല. ഞങ്ങൾ പറഞ്ഞത് മാത്രം, ഞങ്ങൾ പറഞ്ഞ പ്രതികൾ, അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഓരോ സംവിധാനങ്ങൾ, അത് മാത്രം മതി. ഇതാണ് നിങ്ങളുടെ നീതി എന്ന് പറയുന്നത്. ഇതെവിടെയാണ് കാണാത്തത്? ഇന്നും ഇന്നലെയും പഠിച്ചത് നമ്മൾ. പിന്നെ ചീമേനിനെ പറയും. ചീമേനി എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഇപ്പം ഞാൻ രാഷ്ട്രീയം പറയല്ല, നമ്മൾ വേദന കൊണ്ട് പറയുന്നു. ഒരു മനുഷ്യനെ ആരും ഇതുപോലെ ദുരനുഭവം വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചീമേനിയുടെ വേറൊരു ചാനലിൽ ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ചീമേനിയിൽ ആദ്യം വോട്ട് ചെയ്യാൻ ബൂത്തിലിരുന്ന ആളെ കൊത്തിത്തെരിച്ച് വെച്ചത് കൊണ്ട് വൈകാരികമായിട്ട് അഞ്ചാളെ കൊന്നു. ശരിയല്ല, തെറ്റാന്ന്. അപ്പോൾ ആദ്യം തുടക്കം കുറിക്കുന്നതും പിന്നെ 7 പേരെയും വെട്ടിക്കൊന്നു ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഈ പേരും പറഞ്ഞ് മറ്റുള്ളവരെ കൊല്ലലല്ല ഈ നാട്ടിൽ പണി. ഈ പേരെപ്പോഴും പറയുന്നത് എന്നോട് തന്നെ പലരും കേൾക്കും. ചീമേനി കൊന്നിരിച്ച് ചീമേനിയിൽ ഇവർ കൊന്നൊരു വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സമുദായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാടോ? നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടായിരുന്നു ഓരോ കലാപങ്ങൾ ഉണ്ടാക്കി, രക്ഷ നേടാൻ പാർട്ടിക്ക് പറഞ്ഞ് മറ്റുള്ളവരാരെങ്കിലും ഓരോരോ രക്തസാക്ഷികളെ ഉണ്ടാക്കി. ഇതിന് മറികടക്കാൻ മറ്റ് രക്തസാക്ഷികളെ കാര്യങ്ങളൊക്കെ പറയും. ഇതാണ് ഒരു നാട്ടിൽ നടക്കേണ്ട നിയമം. നമ്മൾ രാഷ്ട്രീയം പറയല്ല, നമ്മുടെ വേദനയാണിത്. ഇതിന് പരിഹാരമാണോ ഇത്? ഒരു മനുഷ്യനെ കൊല്ലുന്നതാണോ നിയമങ്ങൾ? അതിന് ന്യായീകരിക്കലാണോ ഇനി ഏത് മനുഷ്യനായാലും ഏത് പാർട്ടിക്കാരായാലും ചെയ്യേണ്ടത്? അത് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടല്ലേ ഒരു പൊതുപ്രവർത്തകർ? അത് ഇങ്ങനെയുള്ള ന്യായങ്ങൾ വന്ന് പറയുക. നമ്മുടെ വേദന എടുക്കണം. നിങ്ങൾക്കൊക്കെ ഈ അനുഭവം വരണം, നിങ്ങൾക്ക് അനുഭവം വരണം. ഇതിൻ്റെ നാൾ വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടുന്ന് ഫസ്റ്റ് മുതൽ നിങ്ങൾക്ക് കല്യോട്ട് നാട്ടിൻ്റെ സ്ഥിതി അറിയൂ. ഞാൻ പറയാം, പീതാമൻ്റെ ഇവിടെ വന്നിട്ട് എത്ര കേസിലാ ക്രിമിനലാന്ന്, എത്ര കുട്ടിയെ വലിച്ചെറിഞ്ഞ കേസിലടക്കം പേര് പ്രതികളാണ്. ഇവിടെ കൊലപാതക പ്രതികളാകുമ്പോൾ ഇവർ സമാധാനത്തിൽ വന്ന് കേസ് പിൻവലിക്കുന്ന കൂട്ടരാണ്. ഇതിനൊന്നും ഈ കുഞ്ഞിരാമൻ അടക്കമില്ല ആൾക്കാരുണ്ട്. ഇവിടെ ആ പ്രതിയുടെ വീട്ടിൽ വന്നിട്ട് 1-ാം പ്രതി പീതാമൻ്റെ വീട്ടിൽ എന്തിനാ കുഞ്ഞിരാമൻ ഒരു ജനപ്രതിനിധിയായിട്ട് സേവനം ചെയ്ത ഒരു മനുഷ്യൻ എന്തിനാ പിതാവിൻ്റെ 1-ാം പ്രതിയുടെ വീട്ടിൽ അവനെ പുറത്താക്കിയതല്ലേ? എന്തിനാ ഭാര്യയുടെ മൊഴി മാറ്റി ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞ് അത് മാറ്റി പറയാൻ വേണ്ടി കൈരളി ചാനലിനെ കൊണ്ടുവന്ന് പിടിച്ചു പറഞ്ഞു. പിന്നെ വീണ്ടും അവർക്ക് സാമ്പത്തിക സഹായം. ഇന്ന് വരെ അവരെ വീട്ടിൽ മൊത്തം അവർ എല്ലാ ഭക്ഷണ സാധനങ്ങളും സാമ്പത്തിക സഹായം എല്ലാ പ്രതികൾക്കും അവരെല്ലാവർക്കും ജോലി. ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത സുരയുടെ ഭാര്യയ്ക്ക് കിടക്കുന്ന ജോലിയാണ്. അത് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാറ്റുക, വീണ്ടും അവർക്ക് ജോലി നൽകുക. ഇപ്പോൾ ഇന്നലെ കൊണ്ടുപോയ ഹരിപ്രസാദ് പറഞ്ഞാൽ അവിടെ ഇവിടെ ഒരു വനിതാ ബാങ്കിൽ അവിടെ ജോലി ഓഫർ ചെയ്തതാണ്. അതിപ്പോൾ വേറൊരാൾക്ക് ചെയ്യുന്നു. ഇതെന്തൊക്കെയാണ് നിങ്ങൾ ഈപ്പെട്ട ഒന്നും മറ്റു തരത്തിൽ പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇവിടുത്തെ സ്ഥിതിയെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ആരൊക്കെ പ്രതികളുണ്ടെന്ന് ഞങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടും അതിൻ്റെ എല്ലാ തെളിവുകളും കൊടുത്തുക. ഇത്ര 3 വർഷമായിട്ട് തെളിവ് നശിപ്പിക്കാൻ നോക്കിയ ഈ സർക്കാർ ഇത്രയും നീട്ടിക്കൊണ്ടുപോകാനാക്കിയത് തെളിവ് നശിപ്പിക്കാൻ. ആ തെളിവ് ഇന്നും നമുക്ക് കൊടുക്കാൻ തയ്യാറുണ്ട്. അതാണ് CBI അന്വേഷണം വേണമെന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഈ സർക്കാർ ഇത് മറച്ചു വെക്കാൻ, ഒരു രാഷ്ട്രീയക്കാരനല്ലാന്ന് വരുത്തി തീർക്കാൻ ഉന്നതങ്ങളിലേക്ക് അവർക്ക് പോയിക്കൂടാ. അവർക്ക് ഭരിക്കണം, അവർക്ക് നാട് ഭരിക്കണം. മറ്റുള്ളവരെ കൊന്നിട്ടെങ്കിലും അവർക്ക് നാട് ഭരിക്കണം. അവരെ പിടിക്കപ്പെടാൻ പാടില്ല, മറ്റവരെ കൊന്നാൻ തീർക്കണം. ഇത്ര മനുഷ്യത്വമില്ലാത്ത കൂട്ടർ എന്നിട്ട് ന്യായീകരിക്കാനിരിക്കുകയാണ്. എത്ര സുന്ദരമാണ് കേൾക്കാൻ. ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നു തോന്നുന്നുണ്ട്. ഏതൊക്കെ കള്ളങ്ങളാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ വേദന നമ്മൾക്ക് കിട്ടും. നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ? എന്തിനു കൊന്നു? നിങ്ങൾക്ക് ഉത്തരം പറയണം. ഞങ്ങളുടെ കുട്ടികളെ എന്തിനു കൊന്നു? അതിനാണ് നിങ്ങൾ ഉത്തരം പറയണ്ടേ. ആ കൊന്നതാരെ, അവരെ പിടിക്കപ്പെടണം, അവർ ശിക്ഷിക്കപ്പെടണമെന്നില്ല ഒരു സർക്കാർ. അതിനെതിരെ വാരിക്കോരി പണം കൊടുത്തു ഒരു സാധാരണക്കാരൻ. കൊന്നതാരാണ്? കൊന്ന പീതാംബരൻ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ആ പീതാംബരനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു എന്നതിന് ശേഷം അല്ല, ഞങ്ങൾ പുറത്താക്കി തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് പീതാംബരന്റെ ഭാര്യ പാർട്ടി അറിയാതെ ഒന്നും ചെയ്യില്ല പീതാംബരൻ എന്ന് പറഞ്ഞത്. അതിനും ശേഷമാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന KV കുഞ്ഞിരാമൻ MLA അവരുടെ വീട്ടിൽ പോയത്. അങ്ങനെയാണെങ്കിൽ തള്ളിപ്പറഞ്ഞ പുറത്താക്കിയ ആളിന്റെ വീട്ടിൽ എന്തിനാണ് MLA പോകുന്നത്? പിന്നെ എന്തിനാണ് അവരുടെ ബന്ധുക്കൾക്ക്, നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആളുകൾക്ക് ജോലി കൊടുക്കുന്നത്? എന്തിനാണ് കുടുംബത്തെ സംരക്ഷിക്കുന്നത്? അല്ല, അവരുടെ കുടുംബത്തെ ആരാണ് ഇപ്പോഴും ഈ കൊലപാതകികളുടെ, കൊലക്കേസ് പ്രതികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ്? ജോലി കൊടുക്കുന്നത് ആരാണ്? ഇതിനുവേണ്ടി സർക്കാർ മെക്കാനിസം ഉപയോഗിക്കുന്നത് ആരാണ്? ഇതൊക്കെ പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളല്ലേ ശ്രീ അനിൽകുമാർ? കൊന്നവരോട് ചോദിക്കണം പറഞ്ഞാൽ കൊന്നത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിലാണ്. അതിലാണ് ഇപ്പോൾ 20-ാം പ്രതിയായി KV കുഞ്ഞിരാമൻ അന്നത്തെ MLA വരുന്നത്. അപ്പൊ പിന്നെ ആരോട് ചോദിക്കണമെന്നാണ് പറയുന്നത്? അത് പറയാൻ അതിന് ഉത്തരം പറയട്ടെ. പറഞ്ഞോളൂ. ഉത്തരം പറയാം. കല്യാട്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് CPM ഉത്തരം പറയേണ്ടത് എങ്ങനെയാണ്? CPIM-ന് രാഷ്ട്രീയമായതിൽ ബാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിൽ കല്യാട്ട ജനങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഉദുമയിലെ ജനങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്?
പീതാംബരനും അതിൽ ഉൾപ്പെട്ട ആളുകളും ക്രൈംബ്രാഞ്ച് തന്നെ കേരള പോലീസ് തന്നെ പ്രതിപട്ടിക ചേർത്ത് കോടതി കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് പാർലമെന്റിലെ എന്തിനു ജനങ്ങൾ പറഞ്ഞ കൊന്നു മറുപടി എന്ന എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്, നാരായണചേട്ടന്റെ ചോദ്യത്തിന് കോടതിയിലാണ് ഉത്തരം കാസർഗോഡ് കിട്ടുന്നത്. പാർലമെന്റിൽ ഈ സംഭവം നടന്ന് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് ചാനൽ ചർച്ചയിലല്ല. കാസർഗോഡ് പാർലമെന്റ് പക്ഷേ എന്താ ഞാൻ ജനങ്ങൾ പറഞ്ഞ പറയുന്നത് മറുപടി? ഇപ്പൊ ഫൂലൻ ദേവി ജയിച്ചത് കൊണ്ട് അവർ ചെയ്ത കൊലപാതകങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെടുകയാണോ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഫൂലൻ ദേവി ഈ രാജ്യത്ത് നടത്തിയ കൊലപാതകങ്ങളെല്ലാം അവർ ജയിച്ചത് കൊണ്ട് റദ്ദ് ചെയ്യപ്പെടുകയാണോ? ഞാൻ പറയട്ടെ. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം റദ്ദ് ചെയ്യപ്പെടുകയാണോ? അല്ലല്ലോ. രാഹുൽ, ഞാനൊന്ന് പറയട്ടെ. പറയൂ, എനിക്കൊരു ഇടവേള എടുക്കാനുള്ള സമയമായി. പെട്ടെന്ന് അഭിലാഷ് അനുഭവിച്ചിട്ടാണോ പറയുന്നത്? ഞാൻ പറയുന്നത് ഈ അതെ കല്യാട്ട സംഭവത്തിന് ശേഷം കല്യാട് വാർഡടങ്ങുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായി. CPM-ന് ഉത്തരവാദിത്വമുണ്ട്. CPM ഇവിടെ പരാജയപ്പെടുമല്ലോ. ആ വാർഡിലെ ജനങ്ങൾ കാണുന്നതല്ലേ. ഉദുമ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം എന്താ? LDF-ന്റെ. അതിന് കാരണം എന്താണ്? CPM അല്ല കൊലപാതകം നടത്തിയെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കൊലപാതക കേസിനകത്ത് ഉൾപ്പെട്ടവരായി പ്രതികളെ ആയി പോലീസ് കണ്ടെത്തിയവരുടെ പേരിൽ വിചാരണ നടക്കുന്നുമുണ്ട്. ഇത് രണ്ട് കാര്യം. അത് CPM-ന്റെ തലയിലേക്ക് രാഷ്ട്രീയമായി ദുരാരോപണം കെട്ടിവെക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കണ്ടു, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടു. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നത് ഈ ദുരാരോപണങ്ങളെ മറികടന്നിട്ടാണ്. കൊലപാതകത്തെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മാനദണ്ഡം അനുസരിച്ച് എന്തൊക്കെ പറയാനല്ലേ? ഗുജറാത്തിൽ ഒരു കലാപമേ നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. നരേന്ദ്രമോദി 2001 ശേഷം എത്ര തവണയാണ് ജയിച്ചിരിക്കുന്നതും, അതും വലിയ ഭൂരിപക്ഷത്തിന്. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കളെ പോലെ കോൺഗ്രസും ശരിയായ നിലയ്ക്ക് അന്വേഷണം നടക്കുന്നില്ല എന്ന ബോധ്യത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായും CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇപ്പോൾ CBI അന്വേഷിക്കുകയാണ്. CBI അന്വേഷിക്കുമ്പോൾ 10 പ്രതികളെ കൂടി അഡീഷണലായി വരുന്നു. ഇതിനും അപ്പുറത്ത് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ KV കുഞ്ഞിരാമനെതിരെ 120B ചുമത്തിയിരുന്നെങ്കിൽ തദ്വാര 302 വന്നേനെ. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. ഇപ്പോൾ CBI ഇവിടം കൊണ്ട് നിർത്തുകയാണ് എന്നാണോ വിചാരിക്കുന്നത്? ആ അർത്ഥത്തിൽ പരാതിക്കാരായ നിങ്ങൾ സന്തുഷ്ടരാണോ? അതിനു മുൻപ് ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞൊരു കാര്യത്തിന് തിരുത്തൽ പറഞ്ഞോട്ടെ. കല്യോട്ടെ ആ വാർഡിലേക്ക് ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചു, അതുകൊണ്ട് ആ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ ലോജിക്ക്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഞാൻ പറയാം. കല്യോട്ട് വാർഡ്, അതായത് കൃപേഷിൻ്റെ വാർഡ്, 365 വോട്ടിന് രതീഷ് രാഘവൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. അപ്പോൾ നിങ്ങൾ തെറ്റുകാരാണെന്ന് ജനങ്ങൾ പറയുന്നു എന്നല്ലേ താങ്കളുടെ ലോജിക്ക് വെച്ച് മനസ്സിലാക്കേണ്ടത്? ഇനി ശരത്ലാലിൻ്റെ വാർഡിൽ 450 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. ഇനി അടുത്തത് ഇവരുടെ പഞ്ചായത്ത്, പുല്ലൂർ പെരിയ പഞ്ചായത്ത്, CPM-ന്റെ നീണ്ടകാലത്തെ ഭരണത്തിൽ നിന്ന് അതിനെ മാറ്റിക്കൊണ്ട് കോൺഗ്രസ് ഭരണം വന്നു. അങ്ങനെയാണെങ്കിൽ അനിൽകുമാറെ താങ്കൾക്ക് ലഭിച്ച ക്യാപ്സ്യൂൾ തെറ്റിപ്പോയതായിരിക്കാം. എന്തായാലും താങ്കൾ പറഞ്ഞ വാദഗതി വെച്ച് നിങ്ങളാണ് കുറ്റവാളികളെന്ന് ആ നാട്ടിലെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുക. ആ കൊലപാതകത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് കോൺഗ്രസ് ജയിക്കില്ല എന്ന് നിങ്ങൾ വിധി എഴുതി. അവിടെ ഇപ്പോൾ MP-യുടെ പേര് രാജ്മോഹൻ ഉണ്ണിത്താനെന്ന. അപ്പോൾ അതിൻ്റെ ലോജിക്ക് താങ്കൾ പറ. ഇനി ഇവിടെ അഭിലാഷിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇദ്ദേഹം പറഞ്ഞു 1-2 കാര്യങ്ങൾക്ക് ഞാനൊന്ന് മറുപടി പറയാനുള്ളൊരു സമയം എനിക്ക് തരണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഈ CBI അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ടങ് സ്ലിപ്പായിരിക്കണം. പറഞ്ഞ വാചകം UP ആണ് കോട്ട് ചെയ്തത്. UP-യിലേക്ക് CBI അയച്ചാൽ എന്താകും അവസ്ഥ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അപ്പോൾ CBI വിശ്വസിക്കാമോ? അതായത് UP ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് ആയതുകൊണ്ടാണ് അനിൽകുമാറെ സുപ്രീം കോടതി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. കേരളം ഭരിക്കുന്നതും അതേ യോഗി പിണറായി വിജയൻ ആണ് എന്നാണ് അനിൽകുമാർ പറയുന്നതെങ്കിൽ താങ്കളുടെ വാദം നിലനിൽക്കും, അല്ലെങ്കിൽ നിലനിൽക്കില്ല. ഇനിയും സോളാർ കേസിനെ പറ്റി താങ്കൾ പറഞ്ഞു ഇരയായ സ്ത്രീക്ക് വേണ്ടിയിട്ട് അവരുടെ വാദം കേട്ടുകൊണ്ടാണ് CBI അന്വേഷിപ്പിച്ചത്. സരിത S. നായർക്ക് ഈ നാട്ടിൽ കൊടുക്കുന്ന, ഈ സർക്കാർ കൊടുക്കുന്ന ഒരു വിലയെങ്കിലും ഇവിടെ ഇരിക്കുന്ന സത്യേട്ടനും നിങ്ങളുടെ കൊടി പണ്ടുപിടിച്ച കൃഷ്ണേട്ടനും കൊടുക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അവരാണ് ആവശ്യപ്പെടുന്നത് ഈ കേസിനകത്ത് CBI അന്വേഷണം വേണമെന്ന്. പിന്നെ എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇതിനകത്ത് പിടിക്കപ്പെട്ട ആളുകളെല്ലാം കൃത്യമായി കുറ്റം ചെയ്ത ആളുകളല്ലേ? അല്ല എന്ന് കോൺഗ്രസിന് സ്ഥാപിക്കാമോ? ഇല്ല, ഇതെല്ലാം കുറ്റം ചെയ്ത ആളുകളാണ്. ഇനി ഗൂഢാലോചന കേസിലെ പ്രതികളെ പിടിക്കണം. പിന്നെ നിങ്ങളെന്താ അവർക്ക് ചെയ്തു കൊടുത്ത സഹായം എന്ന് താങ്കൾക്ക് അറിയാമോ? അഭിലാഷ് കേൾക്കണം. 240 സാക്ഷികളാണ് ഈ കേസിനകത്തുള്ളത്. ഈ കേസിനകത്ത് പോലീസ് ഇപ്പോൾ പിടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ശിക്ഷിക്കില്ലല്ലോ, കോടതിയാണല്ലോ ശിക്ഷിക്കേണ്ടത്. ആ 240 സാക്ഷികളിൽ 42 പേര് CPM ഭാരവാഹികളാണ്. ഏരിയ സെക്രട്ടറി തൊട്ട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, പാർട്ടി ഓഫീസ് സെക്രട്ടറി വരെയുള്ള ആളുകളുണ്ട്. ഇതിനകത്ത് പീതാംബരൻ എന്ന് പറയുന്ന 1-ാം പ്രതിയുടെ ഭാര്യയെ ഇവർ സാക്ഷിയായിട്ട് ചേർത്തിരിക്കുക. 5-ാം പ്രതിയായിട്ടുള്ള ആളുടെ അമ്മ
കേസിനകത്ത് സാക്ഷിയാ. ഇങ്ങനെയുള്ള 42 CPM-മായി ക്ലോസ്ലി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, പ്രതികളുടെ ഭാര്യമാർ, അമ്മമാർ, അവർ സാക്ഷിക്കൂട്ടിൽ വന്നിട്ട് ആർക്ക് അനുകൂലമായിട്ട് പറയുമെന്നാണ് കേരളത്തിന്റെ പൊതുസമൂഹം വിചാരിക്കേണ്ടത്? അവരുടെ സാക്ഷി വിസ്താരത്തിന് ശേഷം ഇവരൊക്കെ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബെറ്റർ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് ഇനി ഒരു കാര്യം കൂടി പറയാം. ഇന്ന് പ്രതി ചേർക്കപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ നിങ്ങളുടെ ഈ വിശാലമായ നിഷ്പക്ഷമായ അന്വേഷണ ഏജൻസി എന്താ ചെയ്തെന്നറിയാവോ? ഇതിനകത്ത് റെജി വർഗീസ് A17 ഇന്ന് പ്രതി ചേർക്കപ്പെട്ടു. ആ ആളുടെ പ്രത്യേകത, അയാളുടെ ആലയത്തിൽ നിന്നാണ് ഈ പാവപ്പെട്ട 2 ചെറുപ്പക്കാരെ തല അടിച്ചു കൊല്ലാൻ ഉപയോഗിച്ച ആ ഇരുമ്പ് റോഡ് നിർമ്മിച്ചത്. ആ ഇരുമ്പ് റോഡ് നിർമ്മിച്ച് ഈ പ്രതികൾക്ക് കൊണ്ടുകൊടുത്ത ആയുധം സമ്മാനിച്ച ആള് നിങ്ങളുടെ പട്ടികയിൽ സാക്ഷിയായിരുന്നു. CBI ഇന്ന് പ്രതിയായി ചേർക്കപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ആയുധം കൊടുക്കുന്ന ഇയാൾ സാക്ഷിയാണോ പ്രതിയാണോ അഭിലാഷേ? ഇനി അടുത്തത്, കേസിനകത്ത് പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി കാറ് കൊണ്ടുവന്നയാള് ഹരിപ്രസാദ് A18, അയാൾ കാറ് കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ വന്നയാള് നിങ്ങളുടെ അന്വേഷണത്തിൽ സാക്ഷി, ഇപ്പോൾ പ്രതി. ഇനി അടുത്തത്, ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കാളിയായ ഇവരുടെ ലൊക്കേഷനെ പറ്റി, ശരത്ലാലിന്റെ കൃപേഷിന്റെ ലൊക്കേഷനെ പറ്റി നിരന്തരമായി ഇൻഫർമേഷൻ പ്രതികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന രാജേഷ് P നിങ്ങളുടെ അന്വേഷണത്തിനകത്ത് സാക്ഷി, CBI അന്വേഷണത്തിനകത്ത് പ്രതി. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അന്വേഷണം നീതിപൂർവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബെറ്റർ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് നിങ്ങൾക്കൊന്നും ഒളിക്കുവാനും മറയ്ക്കുവാനും ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ CPM-ന് ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ജോലി കൊടുത്ത കാര്യം പറഞ്ഞത് വ്യാജമായ ആരോപണം ഉന്നയിക്കരുതെന്ന. എന്താ വ്യാജമായ ആരോപണം? ഇതിനകത്ത് 1-ാം പ്രതിയായ പീതാംബരന്റെ ഭാര്യ മഞ്ജുവിനെ നിങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിച്ചു. അത് പകൽ പോലെ വ്യക്തമാണ്. എന്താ ആരോപണം? മഞ്ജു പീതാംബരന്റെ ഭാര്യയാണെന്നുള്ളതാണോ താങ്കളുടെ ലോജിക്കൽ ആരോപണം? അപ്പൊ ഇത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഈ കേസിനകത്തെ 12-ാം പ്രതിയെ അവിടെ നടന്ന ഏരിയ സമ്മേളനത്തിനകത്ത് ഏരിയ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്ത ദിവസമാണ്. ആ രീതിയിൽ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ കേസിനകത്ത് ഒരു പ്രതി നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കി, അതടക്കമുള്ള സംരക്ഷണവുമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഒരു പ്രതിരോധവും ഉയർത്തുന്നില്ല എന്ന് പറയുന്നത് എന്ത് ലോജിക്കാ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് 88 ലക്ഷം രൂപ ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന AG-യുടെ നേതൃത്വത്തിലുള്ള 180ഓളം പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ടല്ലോ, അവരന്വേഷിച്ചാൽ പോരായോ? ഇതൊരു ജുഡീഷ്യൽ പ്രശ്നമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമാണെങ്കിൽ. അതല്ല, ഇതിനകത്ത് മുന്തിയിനം സുപ്രീം കോടതി അഭിഭാഷകർ 88 ലക്ഷം രൂപ മുടക്കി അവരിവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാ, അല്ലാതെ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണെന്നൊന്നും വിശാലമായി പറഞ്ഞങ്ങ് പോകരുത്. പിന്നെ താങ്കൾ പറഞ്ഞ ലോജിക്കിനകത്ത് ഒറ്റ കാര്യം കൂടി, അങ്ങനെ താങ്കൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട പഞ്ചായത്ത് ഇന്ന് അതിനുശേഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ അസംബ്ലി ഇന്ന് അദ്ദേഹത്തിന്റെ വിധവയായ KK രമയാണ് MLA. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം താങ്കളുടെ ലോജിക്കിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ ഈ സമയത്ത് തയ്യാറാകുമോ? ശരി, ഓക്കെ. ശ്രീ NP ചെക്കുട്ടി, CBI വന്നാൽ എന്താണ് കുഴപ്പം എന്ന് CPM-മാരോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ നേതാക്കളെ അന്യായമായി പ്രതി ചേർക്കുമെന്നുള്ളതാണ് അവരുടെ ഉത്തരം. മുൻപ് ഫസൽ വധക്കേസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. അപ്പോഴുള്ള പ്രതികൾക്ക് പുറമെ കാരായി രാജനും ചന്ദ്രശേഖരനും CBI വന്നപ്പോൾ പ്രതികളായി. ഷുക്കൂർ വധക്കേസിൽ P ജയരാജനും TV രാജേഷും അടക്കമുള്ളവർ. ഇങ്ങനെ CBI ഈ തരത്തിലുള്ള കൊലക്കേസിലൊക്കെ വന്നാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ, കുറഞ്ഞതൊരു MLA എങ്കിലും ചൂണ്ടയിടും എന്ന നിലയ്ക്ക് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ KV കുഞ്ഞിരാമൻ MLA പ്രതിയാവുകയാണ്. വേട്ടയാടുക എന്ന് പറയുന്ന CPM വാദത്തിൽ കഴമ്പുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അത് അങ്ങനെ അവർക്ക് ആരോപണം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ, നീതിന്യായ വ്യവസ്ഥിതിയിൽ കോടതികൾ അടക്കമുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CBI പ്രത്യേകമായിട്ട് വന്ന് CPM-ൻ്റെ നേതാക്കളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കോടതികളുടെ മുമ്പിലേക്ക് പോകുന്നൊരു കേസാണ്. അതിനു വേണ്ടിയിട്ട് ഈ അന്വേഷണം തടയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് സംവിധാനത്തിൻ്റെ അന്വേഷണത്തിൽ പരാതികൾ ഉണ്ടാകുമ്പോൾ ആ പരാതികൾ ഉന്നയിക്കുന്ന ആളുകൾ ലെജിറ്റിമേറ്റ് ആയിട്ടാണ് ഉന്നയിക്കുന്നത്. കുടുംബത്തിലുള്ള ആളുകളാണ്, പിതാവും മാതാവും അടങ്ങുന്ന, അല്ലെങ്കിൽ ഭാര്യയും മക്കളും അടങ്ങുന്ന ആളുകളാണ് ഈ കേസിൽ പരാതി ഉന്നയിക്കുന്നത്. അവർ പരാതി ഉന്നയിക്കുമ്പോൾ ബന്ധപ്പെട്ട കോടതി, ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും അത് അവർ പരിശോധിച്ചതിന് ശേഷമാണ് അന്വേഷണത്തിലകത്ത് അപാകതകളുണ്ട്, അന്വേഷണം വേണ്ടത് നടക്കുന്നില്ല, അന്വേഷണത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിലുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിലിരിക്കുന്ന ആളുകൾ വിഡ്ഢികളൊന്നുമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുകളിലേക്ക് പോകുന്നത്, കേസ് മറ്റു ഏജൻസികളെ ഏൽപ്പിക്കുന്നത്. ആ അന്വേഷണത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അത് ചോദ്യം ചെയ്യാനും ആ കോടതികളിൽ അത് നടപടിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ ഫസലിൻ്റെ കേസ് നിങ്ങൾ പറഞ്ഞു, ഫസലിൻ്റെ കേസിൽ ഇപ്പോൾ എന്താ ഉണ്ടായത്?
ഈ ഫസലിന്റെ കേസിൽ തന്നെ അവര് പിന്നെ CBI അന്വേഷണം തടയാൻ ശ്രമിച്ചു. CBI അന്വേഷണം രണ്ടാമതും ഒരു അന്വേഷണം ഇപ്പോൾ വന്നു. ആ അന്വേഷണത്തിൽ എന്താ കണ്ടെത്തിയിരിക്കുന്നത്? CBI പഴയ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. അതായത് കേസിൽ യഥാർത്ഥത്തിൽ CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് പ്രതികളെന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറ്റപട്ടികയിൽ മാറ്റാൻ കഴിയില്ല എന്നാണ് CBI രണ്ടാമത് കോടതി പറയുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിലുള്ള ഒരു ക്രിമിനൽ വൽക്കരണം നടന്നിട്ടുണ്ട്. വളരെ ഉന്നതങ്ങളിലുള്ള ആളുകൾ പോലും ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. ഇതാ പാർട്ടി എവിടെ എത്തിക്കും നമ്മൾ ആലോചിക്കണം. വടകര നോക്കിയാൽ മതി. വടകര കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിൽ ആകെ 2 സീറ്റാണ് UDF ജയിച്ചത്. അതിലൊന്ന് വടകരയാണ് എന്നുള്ളത് CPM മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട്? ജനങ്ങളുടെ അത്രയേറെ അപ്രീതി, ജനങ്ങളുടെ കടുത്ത നിരാശ, കടുത്ത വിരോധം, അതാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് കണ്ടത്. ശരി, ഓക്കെ. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ താങ്കൾ നേരത്തെ തൃശ്ശൂർ സമ്മേളനത്തിൽ എടുത്ത നിലപാടിന്റെ കാര്യം പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ സമയത്ത് അന്നത്തെ CPM സെക്രട്ടറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടി ചോദിക്കുമോ? ചോദിക്കാം. പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൊലപാതകങ്ങൾ ഉണ്ടാകില്ല, ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായാൽ തന്നെ അതിനെ പരിഹരിക്കുന്ന നിലപാടായിരിക്കും സഖാക്കൾ സ്വീകരിക്കുക എന്നൊക്കെ ആയിരുന്നു. അതിനുശേഷം നടന്ന സംഭവമാണ് ഇത്. അത് നടന്നു എന്ന് മാത്രമല്ല, ഓരോ ദിവസവും അതിലെ പ്രതികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ അവരുടെ കുടുംബത്തെ പുനരധിവസിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിത് ചെയ്യുന്നില്ല എന്ന വാചാടോപം അരുത്. രണ്ടാമത്, ഇപ്പോൾ ഇവിടെ രാഹുൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വാർഡിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കട്ടെ. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ വീട്ടിൽ പോയതാണ്. ആ മേഖലയിൽ ഇത് CPM-ന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആളില്ലാത്ത വിധത്തിൽ പണ്ട് ആ സംഭവം നടന്ന സമയത്ത് തകർക്കപ്പെട്ട കൊടിമരങ്ങൾ തിരിച്ചു നാട്ടാൻ പോലും ശേഷിയില്ലാത്ത വിധത്തിൽ അവിടെ ഏറെക്കുറെ ഇല്ലാതായി CPM. അതാണ് അവിടെ പോയി നോക്കുന്ന ആൾക്ക് കാണാൻ കഴിയുന്ന വസ്തുത. പിന്നല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ അഭിലാഷൻ്റെ ആ ഇടയ്ക്ക് പറഞ്ഞു പോയ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അല്ല, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ന്യായമായ തെരഞ്ഞെടുപ്പ്. ഗുജറാത്തിൽ വംശഹത്യ പോലും നടന്നിട്ടുള്ളതായി തോന്നത്തില്ല എന്നാണോ നരേന്ദ്രമോദി ആവർത്തനം ജയിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയത്? അല്ല, ഇപ്പോ കല്യോട്ട് ഉദുമയിൽ CPM ജയിച്ചതുകൊണ്ട് പോളറൈസേഷൻ അല്ല, ഇവിടെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഉദുമയിൽ ഞങ്ങൾ ജയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇതാ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണെന്നാണല്ലോ പറഞ്ഞത്. ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ ഗുജറാത്ത് വംശഹത്യ നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. BJP എത്ര തവണ 2001 ശേഷം ജയിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. അഭിലാഷിനെ പോലെ അത് അഭിലാഷ് പറയുമ്പോൾ അതാണ് അഭിലാഷിനോട് ചോദിക്കുന്നത്. വർഗീയവൽക്കരണത്തിലൂടെ മതവേട്ട നടത്തി, ന്യൂനപക്ഷ മതത്തെ വംശഹത്യ നടത്തി 2000-ലേറെ ആളുകൾ കൊല്ലുകയും ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ തറച്ച് കൊല്ലുകയും ചെയ്തൊരു നാട്ടിൽ ഭയം വിതച്ച് തുടർച്ചയായി നരേന്ദ്രമോദിയും BJP-യും അവിടെ വിജയിക്കുന്നതും, ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനകത്ത് രാഷ്ട്രീയ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടുന്നതും ഒരുപോലെയാണെന്ന് അഭിലാഷിനെ പോലൊരു മാധ്യമപ്രവർത്തകൻ വായിച്ചെടുക്കുമ്പോൾ അഭിലാഷ് യഥാർത്ഥത്തിൽ എവിടെ ചെന്ന് പെട്ടുവെന്ന് സ്വയം. അല്ല, കേരളത്തിലും ഗുജറാത്തിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ തെരഞ്ഞെടുപ്പ് നിയമമൊന്നുമില്ല. അപ്പോൾ ഭൂരിപക്ഷം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതൊന്നും ഒരു കറയും ഒരു പാപവും വായിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ ഇനി എത്ര മെജോറിറ്റിയിൽ ജയിച്ചു എന്ന് പറഞ്ഞാലും ചെയ്ത ഒരു പാതകവും ഒരു ജനാധിപത്യ വിരുദ്ധതയും ഒരു ഹിംസയും ഒരു ഹത്യയും ആ പറയുന്ന വിജയം കൊണ്ട് ന്യായീകരിക്കപ്പെടില്ല. അതാണ് എന്റെ പോയിന്റ്. അതെ, ഇവിടെ CPIM ഉറപ്പിച്ച് പറയുന്നു, ഗുജറാത്തിലെ വംശഹത്യ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രക്രിയയും വർഗീയ പ്രക്രിയയുടെ ഭാഗമാണ്. അത് രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്തതാണ്. വർഗീയ കലാപം രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നതാണ് ഇന്ത്യയിൽ BJP ചെയ്യുന്നത്. കൊലപാതകത്തെയും ദൗർഭാഗ്യവശാൽ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി കാണാൻ കഴിയില്ല. അല്ല, ശ്രീ അഭിലാഷ്, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? സമയമില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ കൊലപാതകം രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ കൊലപാതകം അല്ല, ഒരു കൊലപാതകവും രാഷ്ട്രീയ പാർട്ടിയുടെ ഈ കല്യോട്ട് വാർഡ് ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കുമ്പോൾ കല്യോട്ട് വാർഡിന്റെ ലോജിക് എന്ന് പറയുമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. കല്യോട്ട് വാർഡിന്റെ കാര്യം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ശ്രീ രാഹുൽ. അവിടെ CPM ഈ സംഭവത്തിന് ശേഷം നിശേഷം ഇല്ലാതായി എന്നാണ് അവിടെ പോയി നോക്കുന്ന ഒരാൾക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക കാഴ്ച പറഞ്ഞുള്ളൂ. നമുക്കിനി സമയം അവസാനിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി സത്യനാരായൺ, ശ്രീ അനിൽകുമാർ, ശ്രീ രാഹുൽ, ശ്രീ NP ചെക്കുട്ടി സംസാരിച്ചതിന്. ഇടവേള.